ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞമ്മക്കില്ലേ ഞാൻ കുറച്ച് കളറിങ്സും ഞാൻ കുറച്ച് വരച്ച പിക്ചേഴ്സും ഞാൻ മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ ഗൈസ്, അപ്പം ഇതാണ് ഞാൻ എൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്ന ഫയല്. അപ്പം നമുക്കില്ലേ ഈ ഫയലിൻ്റെ ഉള്ളിലില്ലേ എൻ്റെ ക്രാഫ്റ്റും എല്ലാ സാധനവും ഞാൻ ഇതിനുള്ളിലാണ് നടക്കല്. അപ്പം നമുക്ക് ഇതിലേക്ക് നേരെ പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫയല്. നമുക്കില്ലേ ഇതിനുള്ളത്തെ ഫസ്റ്റത്തെ സാധനം നോക്കാം. ഇതാണ് ഫസ്റ്റത്തെ സാധനം. ഇത് ഒരു ജേർണലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ബുക്കാണ്. ഇതിലിതാ ഫസ്റ്റ് കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്, കണ്ടോ? അപ്പോൾ ഇതും കുറച്ച് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്. കാരണം എനിക്ക് അന്നൊന്നും അറിയില്ല ജേർണലിങ് പറഞ്ഞാൽ എന്താണ്. അപ്പം എനിക്ക് വെറുതെ ഒരു ഇതിൽ നിഗമനത്തിൽ ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സാണ് ഒപ്പിച്ചാൽ. പിന്നെ മനസ്സിലായത് ഒരു ഇതിലിങ്ങനെ ഒരു ക്യാരക്ടറെ പറ്റുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ ചെയ്തു. നമുക്കൊരു മൈമെലഡിനെ കൂടി ചെയ്യണം കേട്ടോ ദിവസം. അപ്പം ഞാൻ വീഡിയോ ഇടാം. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഒരു പിക്ചറാണ്. അത് ഇങ്ങനെയാണുള്ളത്, ഇങ്ങനെയാണ് വരുന്നത്. ഇത് നെറോട്ടാണ്. അപ്പം നമുക്ക് ഇനി അടുത്ത പിക്ചർ നോക്കാം കേട്ടോ. ഇത് അടുത്ത പിക്ചറാണ്. 3D ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ 3D ലുക്കൊന്നും ആയിട്ടില്ല. അത് MJR എന്നൊന്നും നോക്കണ്ട, എൻ്റെ എല്ലാവരെയും കൂടി പേര് വെച്ചിട്ടൊന്ന് ഫസ്റ്റ് ആക്കിയതാണ്. ഞാൻ പഠിച്ചൊരു ഇതാണ് കേട്ടോ, അത് നോക്കണ്ട, അത് കുറേ ഉണ്ട്. പിന്നെ അടുത്തത് ഇതാണ് ഡ്രോയിങ്. ഒരു പള്ളിയുടെ ചിത്രം വരച്ചാൽ അങ്ങനെയുണ്ട്. പിന്നെ ഉള്ളത് ഇതാണ് ഒരു മൈലാഞ്ചിട്ടാണ്, പക്ഷെ അത് കൊളായിപ്പോയി. പിന്നെ അടുത്തത് ഇതാണ്ട്, ഇത് വേറെ രസമാണ്. ഈ ചിത്രം നല്ല ഇഷ്ടമാണ്. ഒരു ആംഗ്രീൻ്റെ ഒരു ലുക്കും പിന്നെ ഒരു എന്തോ ഒരു സാധനത്തിൻ്റെ ലുക്കുമാണ്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ്. അത് കുറച്ച് ലുക്കുണ്ട്. ഐ ലൈക്ക് ദിസ്. നെക്സ്റ്റ് ഇതാ ഒരു ഇന്ത്യൻ്റെ ചിത്രമാണ്. ഇതാ ഒരു ഇന്ത്യൻ്റെ ഫ്ലാഗാണ്. ഇത് ഒരു ആളാണ്, മിലിറ്ററിൻ്റെ ആളാണ്. പിന്നെ ഇതാണ് നെക്സ്റ്റ് പിക്ചർ. ഇതിൽ ഞാൻ കുറേ പിക്ചർ വരച്ചാണ്ട് ഒരു ഇത് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതാണ് നെക്സ്റ്റ് പിക്ചർ. ഇത് ഞാനും ഇപ്പം കൂടി വരച്ചതാണ് ഒരുമിച്ചിരുന്നാണ്ട്. നെക്സ്റ്റ് പിക്ചർ എന്ന് വെക്കുന്നത് ഇതാണ്. ഇതെന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ്റെ ഒരു ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഒക്കെ ഒരു ഇതിൻ്റെ മാർക്ക് ഞാൻ സെറ്റാക്കിയതാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ആനിയാണ്. ഇത് ഞാൻ കുറേ കഷ്ടപ്പെട്ട് വരച്ച പിക്ചറാണ്. ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ട പിക്ചർ ഇതാണ്. പിന്നെ നെക്സ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇതും ഒരു ഇന്ത്യൻ്റെ പിക്ചർ തന്നെയാണ്. ഇതെന്ന് പറയുന്നത് ഒരു ആൾക്കാർ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ വെച്ചിട്ടുണ്ട്. പിന്നെ ആൾക്കാർ ഇങ്ങനെ ഓടുകയാണ്, സെറ്റപ്പ് ആക്കിയതാണ്. അപ്പോൾ നെക്സ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് അതും ഒരു ഇൻഡിപെൻഡൻസ് ഡേൻ്റെ തന്നെയാണ്. ഇങ്ങനത്തെ ഒരു ഫ്ലാഗ് പോലത്തെ ഇതാണ്. പിന്നെ നെക്സ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഒരു ഇന്ത്യൻ്റെ പിക്ചർ വരച്ചേക്കാണ്. അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് ഒരു ഖുറാൻ്റെ ഇതാണ്. അത്ര നന്നായിട്ടൊന്നും ഉണ്ടാവില്ല ഞാൻ, പക്ഷേ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി വരച്ചാൽ. ഇത് മൽക്ക് ചെയ്തതാണ്. ഈ നെക്സ്റ്റ് പിക്ചർ പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇതാണ്, വട്ടം വരച്ചാണ്. ഇത് ചെറുതായിട്ട് കൊള്ളാം. അപ്പം ഞാൻ അത് മാറ്റി വെച്ചാൽ പക്ഷേ കളയാൻ വന്നു. പിന്നെ നെക്സ്റ്റ് പിക്ചർ എന്ന് പറയുന്നതില്ലേ ഇത് ഞാനും ആകെ കുറച്ച് കളർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചൊരു പിക്ചറാണ് ഇത്.
അപ്പോൾ ഇത് ഇനി അടുത്ത പിക്ചർ എന്ന് പറയുന്നത്, അപ്പോൾ നെക്സ്റ്റ് ഈ പിക്ചർ എന്ന് പറയുന്നത് ഇതൊരു ഇൻഡിപെൻഡൻസ് തന്നെയാണ്. ഒരു ലവിൽ ആൾക്കാർ ഇങ്ങനെ കൈകൊടുത്തിട്ട് മാറ്റും. ഈ നെക്സ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് ഒരു ലവ്, ഞാൻ പണ്ട് എഴുതിയ പിക്ചറാണ് ചെറിയ കുട്ടിയാകുമ്പോൾ. അപ്പോൾ ഇത് എങ്ങനെയാണ് വരച്ചത് അതൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പിക്ചർ നോക്കാം. ഇതാണ് നെക്സ്റ്റ് പിക്ചർ എന്ന് പറയുന്നത്. ഇതൊരു കുട്ടി 2024 2025 വരെ ന്യൂ ഇയറിൽ വെച്ചതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പിക്ചർ നോക്കാം. നെക്സ്റ്റ് ഒരു ക്രാഫ്റ്റാണ്, ഒരു സ്കുഷി പോലത്തെ, പക്ഷെ കുറച്ചും കൂടി പഞ്ഞി നടക്കണം അത്ര. അപ്പോൾ നെക്സ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് ഇതാണ്, ഒരു 3D ലുക്ക് എഫക്റ്റിൻ്റെ ഇലൂഷൻ. അപ്പോൾ നെക്സ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് ഇത് വേറൊരു രാജ്യത്തിൻ്റെ സൗദി അറേബ്യൻ്റെ പിക്ചറാണ്. ഞാൻ സൗദി അറേബ്യയിലാണ്, അപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് വെച്ചതാണ്. പിന്നെ നെക്സ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് ഒന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് ഒരു സ്കുഷിയാണ്, സ്കുഷി പെന്നാണ്, ഒരു ക്രാഫ്റ്റാണിത്. പിന്നെ ഉള്ളത് ഇതാണ്, കുറച്ച് നെയിം സ്ലിപ്സിൻ്റെ ഇതാണ്. പിന്നെ നെക്സ്റ്റ് ഇതാണ്, ഇതൊരു ബുക്കിൽ നിന്ന് ഞാൻ കീറി എടുത്തതാണ്. നെക്സ്റ്റ് കുറേ സ്റ്റിക്കി നോട്ട്സ് ആണുള്ളത്. പിന്നെ എനിക്ക് ഹാർട്ട് ഷേപ്പ് സ്റ്റിക്കി നോട്ടും ഉണ്ട്. ഇത് കുറച്ച് നെയിം സ്ലിപ്പ് സ്റ്റിക്കേഴ്സും. പിന്നെ ഇതാ ഒരു സ്കുഷി, കുറച്ച് പനിക്കൂടി ഇല്ല, പനിയേ ഇല്ല, അതുകൊണ്ട് അങ്ങനെ വെക്കുന്നത്. പിന്നെ ഇത് ഒരു സ്റ്റിക്കർ ബുക്കാണ്, ഇത് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. കഴിഞ്ഞു. ഇതാ ഞാൻ കാണിച്ചതിൻ്റെ ബുക്കാണ് ഇട്ടത്. കുറച്ച് സ്റ്റിക്കേഴ്സ്. പിന്നെ ഇതേപോലെ ഒട്ടിക്കാനുള്ളതാണ് ഇതൊക്കെ. ഇങ്ങനത്തെ കുറേ പിക്ചേഴ്സ് ഉണ്ട്. പിന്നെ പിന്നെ നെക്സ്റ്റ് ഇത് എന്ന് പറയുന്ന ഒരു ഇതാണ്, ഞാനും ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇത് കുറച്ച് സ്റ്റിക്കേഴ്സാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ ഇങ്ങനത്തെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ പിക്ചേഴ്സ്. പിന്നെ തേർഡ് പിക്ചർ പറയുന്നത് ഓരോരോ സീസണുകളാണ്. ഇത് അങ്ങനെ കുറേ സീസൺസ് ഫിക്സഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് പിക്ചർ ഇതാണ്, ഇതൊരു ഇന്ത്യൻ്റെ പിക്ചറാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഇത് വെച്ച് നോക്കി. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സാണ്. പിന്നെ കുറച്ച് ഞാൻ വരച്ച പിക്ചേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ തേർഡ് പിക്ചർ പറയുന്നത് ഇതാണ്, ഞാനൊരു തോണിയിട്ട് ഒരാൾ തോന്നിച്ചു. പിന്നെ ഇതൊക്കെ കുറച്ച് എൻ്റെ കലാവിധമാണ്. പിന്നെ കുറച്ച് കത്ത് കൊടുക്കുന്ന മാറ്റിയിട്ട് കുറച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണ്ട് അങ്ങനത്തെ, ഇതിനെ നമ്മൾ നേരത്തെ കാണിച്ചതാണ്. ഓക്കെ. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു ഇതാണ്, ഇതാണ് ഇവിടെയൊക്കെ ഒട്ടിക്കണ കുപ്പായത്തമ്മൊക്കെ ഇതാക്കണ ഒരു പിന്നെ ഇതും വേറൊരു പിന്നാണ്. പിന്നെ നെക്സ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ് നെയിം സ്ലിപ്പ്.
പിന്നെ പിന്നെയും നെറൂട്ടോ ഇത് ഞാൻ ഒറ്റക്ക് വെച്ചതാണ്. പിന്നെ വേറൊരു ന്യൂട്രലൈൻ്റെ സ്കുഷി ഇത് രണ്ടാമത് ഉണ്ടാക്കിയതാണ്. ഒന്നും എനിക്ക് കേടെത്തിയിട്ട് അപ്പം ഞാൻ അതിൻ്റെ പിക്ചേഴ്സൊക്കെ വാങ്ങി കാണിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോ ഇടണമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.